സുഹൃത്തുക്കളെ, ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ അവനെ ബഹുമാനിക്കണം, അവൻ പറയുന്നത് കേൾക്കണം, അവന് അർഹതപ്പെട്ട സ്ഥാനം ഈ ജീവിതത്തിൽ ലഭിക്കണമെന്ന്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ അസാധാരണനാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ആ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തി എന്താണ്? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ വാക്കുകൾ. അതെ, വാക്കുകൾ വെറുതെ നാവിൽ നിന്ന് പുറത്തുവരുന്ന ശബ്ദങ്ങൾ മാത്രമല്ല. ശരിയായ സ്ഥലത്തും സമയത്തും ഉപയോഗിച്ചാൽ വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധങ്ങളാണ് വാക്കുകൾ. ആരുടെയും ഹൃദയം കീഴടക്കാൻ കഴിയുന്ന മാന്ത്രികത നിങ്ങളുടെ വാക്കുകൾക്കുണ്ട്. ഒരാളുടെ ഉറച്ച ചിന്തകളെ മാറ്റാനും ആവശ്യമെങ്കിൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും അതിന് കഴിയും. കാഴ്ചയിൽ വളരെ സാധാരണക്കാരായ പലരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ വസ്ത്രങ്ങൾ സാധാരണമായിരിക്കും, അവരുടെ മുഖവും സാധാരണമായിരിക്കും. എന്നാൽ അവർ ഏതെങ്കിലും സദസ്സിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അവരെ കേട്ടിരുന്നു പോകും. ആളുകൾ അവരുടെ വാക്കുകളിൽ മയങ്ങിപ്പോകും. അവരുടെ സംസാരത്തിൽ എന്തോ ഒരു മാന്ത്രികത ഉള്ളതുപോലെ തോന്നും. ആയിരക്കണക്കിന് ആളുകൾക്കിടയിലും അവർ വേറിട്ട് നിൽക്കുന്നു. കാരണം എന്തു പറയണം, എപ്പോൾ പറയണം, ഏറ്റവും പ്രധാനമായി എങ്ങനെ പറയണം എന്നവർക്കറിയാം. മറുവശത്ത് ലോകത്തെക്കുറിച്ചുള്ള മുഴുവൻ അറിവുമുള്ള ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവർ വായ തുറക്കുമ്പോൾ ആരും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാറില്ല. ആളുകൾ അവരെ അവഗണിക്കുന്നു. കാരണം അവർക്ക് തങ്ങളുടെ ആശയങ്ങൾ ശരിയായി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഓർക്കുക, നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ ഡിഗ്രികളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ ആശയങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കല അറിയുമ്പോഴാണ്. ഈ സംസാരകലയാണ് ഒരു സാധാരണക്കാരനെ മഹാനാക്കുന്നത്, ഒരു സാധാരണക്കാരനെ ഒരു ലീഡറാക്കി മാറ്റുന്നത്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നിങ്ങൾ പഠിച്ചാൽ, ആരോടും വഴക്കിടാതെയും തർക്കിക്കാതെയും യാതൊരു സമ്മർദ്ദവും ചെലുത്താതെയും നിങ്ങളുടെ ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാം. തകർന്ന ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്നതും അടഞ്ഞ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നതും ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്ന തരത്തിലുള്ള അതിശയകരമായ ആത്മവിശ്വാസം നിങ്ങളിൽ നിറയ്ക്കുന്നതും ഈ കലയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യമെന്തെന്നാൽ, ഈ കല പഠിക്കാൻ നിങ്ങൾക്ക് വലിയ ഡിഗ്രികളോ കോളേജോ ആവശ്യമില്ല. വേണ്ടത് നിങ്ങളുടെ ചിന്തകൾക്ക് ശരിയായ ദിശ നൽകുകയും നിങ്ങളിലെ ഉറങ്ങിക്കിടക്കുന്ന ആത്മവിശ്വാസത്തെ ഉണർത്തുകയും ചെയ്യുക എന്നതു മാത്രമാണ്. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന അന്ന് നിങ്ങളുടെ സ്വന്തം വിധിയെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചുവെന്ന് മനസ്സിലാക്കുക. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മാത്രം ഈ ലോകത്തെ മുഴുവൻ എങ്ങനെ കീഴടക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആചാര്യ ചാണക്യന്റെ ആ 5 അചഞ്ചലമായ നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഏതൊരാളുടെയും ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടം നേടാം എന്ന് നോക്കാം. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് അവസാനിപ്പിക്കണമെന്നും നിങ്ങളുടെ വാക്കുകളുടെ വില മനസ്സിലാക്കണമെന്നും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. അതെ, നിങ്ങളുടെ ചിന്തകളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഉറപ്പായും അമർത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സംസാരിക്കുന്ന രീതിയെ എന്നേക്കുമായി മാറ്റുന്ന ചാണക്യനീതിയുടെ ആ 5 മാന്ത്രിക നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം, നിശബ്ദതയുടെ ഭയാനകമായ ശക്തിയും മിതഭാഷണവും. ഏറ്റവും ആദ്യത്തെ നിയമം ഇതാണ്: നിശബ്ദതയുടെ ഭയാനകമായ ശക്തിയും മിതഭാഷണവും. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു വിഡ്ഢിയായ മനുഷ്യൻ തന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നു. എന്നാൽ ഒരു ബുദ്ധിമാൻ തനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനാണ് താൽപര്യം. നിങ്ങളുടെ ചുറ്റുമൊന്നു നോക്കൂ. 4 പേർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മറ്റുള്ളവരുടെ സംസാരം തടസ്സപ്പെടുത്തി താനാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയധികം സംസാരിക്കുന്നുവോ, എത്ര നീളമുള്ള കഥകൾ പറയുന്നുവോ, അത്രത്തോളം ആളുകൾ തങ്ങളെ വലിയവരായും ബുദ്ധിമാന്മാരായും കാണുമെന്ന് അവർ കരുതുന്നു. എന്നാൽ സത്യം ഇതിന് നേരെ മറിച്ചാണ്. ഉള്ളിൽ ശൂന്യമായ പാത്രമാണ് തട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്നൊരു പഴയ ചൊല്ലുണ്ട്. എന്നാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുടം തികച്ചും ശാന്തമായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടാതെ ആളുകൾക്ക് സൗജന്യ ഉപദേശങ്ങൾ നൽകുമ്പോഴോ, ഒരു തർക്കത്തിൽ നിങ്ങളെത്തന്നെ ശരിയാണെന്ന് തെളിയിക്കാൻ തുടർച്ചയായി സംസാരിക്കുമ്പോഴോ, കേൾക്കുന്നയാൾ നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ വിപണിയിൽ വിൽക്കപ്പെടുന്ന എല്ലാവരും അവഗണിക്കുന്ന വിലകുറഞ്ഞ സാധനങ്ങൾ പോലെയാകും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ നാവിനെ നിങ്ങളുടെ ബലഹീനതയാക്കാതെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. ഇതെങ്ങനെ സാധ്യമാകും? നിശബ്ദതയിലൂടെ. ആരെങ്കിലും നിങ്ങളോട് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയോ നിങ്ങളോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും പെട്ടെന്ന് മറുപടി നൽകരുത്. സംസാരിക്കുന്നതിനു മുമ്പ് എപ്പോഴും നിങ്ങളുടെ ശ്വാസം അടക്കിപ്പിടിച്ച് 3 സെക്കൻഡ് സമയം എടുക്കുക. എതിർവശത്തുള്ള ആളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. തികച്ചും ശാന്തനായിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യം പറയുക. നിങ്ങളുടെ ഈ 3 സെക്കൻഡ് നിശബ്ദത അവരുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്ന ഒരു മാന്ത്രിക ആയുധമാണ് നിശബ്ദത. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ എതിരാളി പരിഭ്രാന്തിയിൽ സ്വയം പലതും വിളിച്ചു പറയും. അതിലൂടെ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ ബലഹീനത മനസ്സിലാക്കാം.
നിശബ്ദനായിരിക്കാനും കേൾക്കാനും പഠിച്ചവൻ ലോകത്തിലെ ഏത് മനുഷ്യന്റെയും മനസ്സ് വായിക്കാൻ പഠിച്ചു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെയും ഏറ്റവും തന്ത്രപ്രധാനവുമായ നിയമം മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും ഭയത്തെയും ലക്ഷ്യം വയ്ക്കുക. ഈ ലോകത്തിലെ വളരെ കൈപ്പേറിയ ഒരു സത്യം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ലോകത്തിലെ ഒരു മനുഷ്യനും അവൻ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവനായാലും നിങ്ങളുടെ ആവശ്യങ്ങളിലോ സങ്കടങ്ങളിലോ സ്വപ്നങ്ങളിലോ യാതൊരു താത്പര്യവുമില്ല. ഓരോ മനുഷ്യനും ഉള്ളിൽ സ്വാർത്ഥനാണ്. അവൻ അവന്റെ സ്വന്തം നേട്ടം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിരത്താൻ തുടങ്ങും. നമ്മൾ അവരുടെ മുന്നിൽ പോയി കെഞ്ചും, എന്നെ സഹായിക്കൂ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, എന്റെ ഈ കാര്യം ചെയ്തു തരൂ എന്ന്. ഇതിന്റെ ഫലം എന്താണ്? അവരെന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി മാറിക്കളയും. ആചാര്യ ചാണക്യൻ വലിയൊരു നയതന്ത്രജ്ഞനായിരുന്നു. മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനുഷ്യൻ രണ്ട് കാര്യങ്ങൾക്ക് മുന്നിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ എന്ന് ചാണക്യൻ പറഞ്ഞു. ഒന്നുകിൽ തന്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന വലിയ ഭയം, അല്ലെങ്കിൽ വളരെ വലുതെന്തെങ്കിലും നേടാമെന്ന അത്യാഗ്രഹം. അതിനാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിലോ വലിയൊരു സഹായം ആവശ്യമുണ്ടെങ്കിലോ ആ ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് അവരോടൊരിക്കലും പറയാതിരിക്കുക. പകരം നിങ്ങളുടെ വാക്കുകൾ ഈ രീതിയിൽ രൂപപ്പെടുത്തുക: നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതിലൂടെ അവർക്കെത്ര വലിയ നേട്ടമാണുണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാകണം. നിങ്ങളുടെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എന്ത് വലിയ നഷ്ടമുണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് സഹായം ചോദിക്കാൻ പോകുമ്പോൾ, എന്റെ സൈന്യം കുറവാണ്, എന്നെ സഹായിക്കൂ എന്ന് പറയില്ലായിരുന്നു. പകരം അവൻ പറയും, ഇന്ന് ശത്രു എന്റെ കൊട്ടാരം ആക്രമിച്ചു, നാളെ അവൻ നിങ്ങളുടെ അതിർത്തികളും ഭേദിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോരാടണം. ആളുകളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അവരുടെ ലാഭനഷ്ടങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ അന്നുമുതൽ ആളുകൾ നിങ്ങളുടെ ഒരൊറ്റ ആംഗ്യത്തിൽ നൃത്തം ചെയ്യും. ആരുടെയും മുന്നിൽ കൈനീട്ടാനോ യാചിക്കാനോ നിങ്ങൾക്കൊരിക്കലും ആവശ്യം വരില്ല. മൂന്നാമത്തെ അചഞ്ചലമായ നിയമം വാക്കുകളിൽ പൂക്കൾ പോലെയുള്ള മാധുര്യവും ലക്ഷ്യങ്ങളിൽ പാറ പോലെയുള്ള കരുത്തും. നമ്മുടെ സമൂഹത്തിലെ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്: ഉച്ചത്തിൽ അലറി സംസാരിക്കുകയോ തെറി പറയുകയോ കൂടുതൽ ദേഷ്യം കാണിക്കുകയോ ചെയ്താൽ ആളുകൾ അവരെ ഭയപ്പെടുമെന്നും സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടാകുമെന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്തിനും ഏതിനും സമനില തെറ്റുന്ന ഒരാളുടെ മുഖത്തു നോക്കി ആളുകൾ മിണ്ടാതിരിക്കുമെങ്കിലും പുറകിൽ നിന്ന് അവനെ കളിയാക്കുകയും ഒരു വിഡ്ഢിയായി കണക്കാക്കുകയും ചെയ്യുന്നു. ആചാര്യ ചാണക്യനെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു വിഷപ്പാമ്പ് ഒരു സന്യാസിയുടെ ഉപദേശപ്രകാരം ആളുകളെ കടിക്കുന്നത് നിർത്തി. പാമ്പ് ഇനി ആരെയും കടിക്കില്ലെന്ന് കണ്ടപ്പോൾ ഗ്രാമത്തിലെ കുട്ടികൾ അതിനെ കല്ലെറിയാൻ തുടങ്ങി. രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിൽ പാമ്പ് സന്യാസിയുടെ അടുത്തെത്തി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കടിക്കുന്നത് നിർത്തി, പക്ഷേ ആളുകൾ എന്റെ ഈ അവസ്ഥയാക്കി. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറഞ്ഞു. സന്യാസി പറഞ്ഞു, ആളുകളെ കടിക്കുന്നതും നിന്റെ വിഷം ചീറ്റുന്നതും മാത്രമാണ് ഞാൻ വിലക്കിയത്. എന്നാൽ ചീറ്റുന്നതും നിന്റെ ഭയം കാണിക്കുന്നതും ഞാൻ വിലക്കിയിരുന്നില്ല. ഈ നിയമം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നിങ്ങളുടെ സംസാരം എപ്പോഴും വളരെ മധുരമുള്ളതും മാന്യവുമായിരിക്കണം. ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ. നിങ്ങളുടെ വായിൽ നിന്ന് എപ്പോഴും പൂക്കൾ കൊഴിയണം. എന്നാൽ നിങ്ങളുടെ തത്വങ്ങളും നിയമങ്ങളും ഒരു പാറ പോലെ അത്രയും കർശനമായിരിക്കണം. നിങ്ങളെ ഒരു വിഡ്ഢിയായി കാണാനോ നിങ്ങളെ ചൂഷണം ചെയ്യാനോ ഒരു മനുഷ്യനും ധൈര്യപ്പെടാത്ത രീതിയിൽ. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മറ്റൊരാളോട് ഇല്ല എന്ന് പറയാൻ കഴിയാത്തപ്പോഴാണ്. മറ്റുള്ളവർക്ക് വിഷമമാകുമോ അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധം തകരുമോ എന്ന ഭയം കൊണ്ട് മാത്രമാണ് പലരും എല്ലാ കാര്യങ്ങൾക്കും അതേയെന്ന് പറയുന്നത്. ഈ കാരണം കൊണ്ട് ആളുകൾ അവരുടെ സ്വന്തം ജീവിതം തന്നെ നരകമാക്കുന്നു. വളരെ സ്നേഹത്തോടെ, മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ, എന്നാൽ പൂർണ്ണമായ കരുത്തോടെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. മധുരമായ വാക്കുകളോടെ നിങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കുമ്പോൾ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുകയും നിങ്ങളെ ഹൃദയപൂർവ്വം ബഹുമാനിക്കുകയും ചെയ്യും. നാലാമത്തെ അചഞ്ചലമായ നിയമം നിങ്ങളുടെ സംസാരത്തിൽ ആഴത്തിലുള്ള ഒരു രഹസ്യം കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തുറന്നു കാണിക്കാതിരിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ ആളുകളുടെ വലിയൊരു ബലഹീനതയാണിത്. അവർ പെട്ടെന്ന് വികാരഭരിതരാവുകയും ആ വികാരങ്ങളുടെ പുറത്ത് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പണയം വയ്ക്കുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വലിയൊരു സന്തോഷമോ അടുത്ത നീക്കമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ ബന്ധുവിനോടോ നിങ്ങൾ പറയുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തി നിങ്ങളുടെ അതേ രഹസ്യം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്ത അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? മിക്ക ആളുകൾക്കും ഇത് സംഭവിക്കാറുണ്ട്. അല്പം സന്തോഷം ലഭിക്കുമ്പോൾ ആളുകൾ അവരുടെ എല്ലാ രഹസ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയും. അവരുടെ അടുത്ത നീക്കത്തെക്കുറിച്ചും പുതിയ ജോലിയെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും വീട്ടിലെ വഴക്കുകളെക്കുറിച്ചും അവർ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നു. ആചാര്യ ചാണക്യൻ വളരെ വ്യക്തമായ വാക്കുകളിൽ കർശനമായൊരു മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ആരോടും പറയരുത്. കാരണം ഈ ശീലം ഒരു ദിവസം നിങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കും. ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. ഇന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായ വ്യക്തി
നാളെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറാം. അവൻ ശത്രുവാകുമ്പോൾ നിങ്ങളെ തെരുവിലിറക്കാൻ അവൻ നിങ്ങളുടെ അതേ രഹസ്യങ്ങൾ തന്നെ ഉപയോഗിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ തുറന്ന ഒരു പുസ്തകമായി മാറുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും ആളുകൾക്ക് പൂർണ്ണമായും മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ യാതൊരു വിലയുമില്ലാതാകും. പഴയ ഒരു പുസ്തകം പോലെ ആളുകൾ നിങ്ങളെ വായിച്ചു തള്ളും. അതുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ സംസാരത്തിന്റെ 20% എപ്പോഴും മറച്ചുവെക്കുക. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാൻ ആളുകളെ എപ്പോഴും നിർബന്ധിതരാക്കുക. ചെസ് കളിയിൽ രാജാവ് എപ്പോഴും തന്റെ നീക്കം മറച്ചുവെക്കുന്നു. തന്റെ സംസാരത്തിൽ ഒരു രഹസ്യം കാത്തുസൂക്ഷിക്കുന്നവനെ ആളുകൾ എപ്പോഴും ഭയപ്പെടുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, നിങ്ങളുടെ നിശബ്ദതയും മറച്ചുവെച്ച രഹസ്യങ്ങളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കവചം. 5ാമത്തെയും ഏറ്റവും അപകടകരവുമായ നിയമം ശരിയായ സമയത്തെക്കുറിച്ചുള്ള അറിവും. ദേഷ്യം വരുമ്പോൾ നാവിന്മേൽ താഴിടുക എന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളും വലിയ പാപങ്ങളും ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളും നാം ഉണ്ടാക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ്. സന്തോഷത്തിലും സങ്കടത്തിലും തന്റെ മാനസിക സമനില നഷ്ടപ്പെടുന്നതാണ് മനുഷ്യന്റെ പ്രകൃതം. പലപ്പോഴും അമിതമായ സന്തോഷത്തിലെ ആളുകൾ മറ്റുള്ളവരോട് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. പിന്നീട് ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ അവരുടെ വില നഷ്ടപ്പെടുന്നു. എന്നാൽ ഇതിനേക്കാൾ അപകടകരമാണ് മനുഷ്യന്റെ കോപം. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അവന്റെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് പൂർണ്ണമായും നശിക്കുന്നു. ദേഷ്യത്തിൽ അവൻ തന്റെ നാവുകൊണ്ട് കേൾക്കുന്ന ആളുടെ ഹൃദയത്തെ എന്നേക്കുമായി പിളർക്കുന്ന വിഷം നിറഞ്ഞ അമ്പുകൾ എയ്യുന്നു. മഹാഭാരത യുദ്ധം ഒരു ആയുധം കൊണ്ടും തുടങ്ങിയതല്ല. അത് ദ്രൗപദിയുടെ ഒരൊറ്റ വാക്കിൽ നിന്നാണ് തുടങ്ങിയത്. അവൾ അന്ധന്റെ മകനെ അന്ധനെന്ന് വിളിച്ചപ്പോൾ ഒരു വാക്ക് മുഴുവൻ കുരുവംശത്തെയും നശിപ്പിച്ചു. ചാണക്യനീതിയുടെ ഈ കൈപ്പേറിയ സത്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ മനസ്സ് ദേഷ്യം കൊണ്ട് തിളച്ചുമറിയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ തീ ആളിക്കെത്തുമ്പോൾ, നിങ്ങളുടെ മുന്നിലുള്ളവന്റെ യഥാർത്ഥ സ്ഥാനം അവനെ കാണിച്ചുകൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ, കൃത്യം ആ നിമിഷം നിങ്ങളുടെ നാവിനെ പൂർണ്ണമായും അടച്ചുപിടിക്കുക. ആ സമയത്ത് ഒരു വാക്കുപോലും സംസാരിക്കരുത്. അവിടെ നിന്ന് നിശബ്ദമായി എഴുന്നേറ്റ് പോവുക. കാരണം ദേഷ്യത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് എതിരാളിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ദേഷ്യത്തിൽ പറയുന്ന ആ കുറച്ചു വാക്കുകൾ നിങ്ങൾ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ബഹുമാനവും കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ നിങ്ങളുടെ കരിയറും വർഷങ്ങൾ പഴക്കമുള്ള നിങ്ങളുടെ ബന്ധങ്ങളും ഒറ്റയടിക്ക് ചാരമാക്കും. വാക്കുകൾ എപ്പോഴും അളന്നുതൂക്കി മാത്രം സംസാരിക്കുക. അമ്പെയ്യാനും വാക്കുപറയാനും ശരിയായ ഒരു സമയമുണ്ട്. സ്വന്തം വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കാൻ പഠിച്ചവനെ പരാജയപ്പെടുത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വാക്കുകളെ മാന്ത്രികവും മൂർച്ചയേറിയതുമായ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയുന്ന ആചാര്യ ചാണക്യന്റെ ആ 5 നിയമങ്ങളായിരുന്നു ഇവ. എന്നാൽ ഈ മുഴുവൻ വീഡിയോയുടെയും ഏറ്റവും വലിയ കാമ്പും അവസാനത്തെ ആഴത്തിലുള്ള കാര്യവും എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് പിന്നിൽ ശക്തവും കളങ്കരഹിതവുമായ ഒരു സ്വഭാവമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഫലമുണ്ടാകൂ. കള്ളം പറയുന്നവനും വഞ്ചകനുമായ ഒരാൾ ഗീതയിൽ കൈവച്ച് സത്യം പറഞ്ഞാൽ പോലും ലോകം അവനെ ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങളുടെ വാക്കുകളുടെ യഥാർത്ഥ ഭാരം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ വാഗ്ദാനങ്ങളിൽ സത്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരൊറ്റ ആംഗ്യത്തിൽ ആളുകൾ അവരുടെ ജീവൻ പോലും പണയം വയ്ക്കും. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാക്കുകളുടെ യഥാർത്ഥ ശക്തിയും നിശബ്ദതയുടെ അർത്ഥവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ ഭാവി ജീവിതത്തോടും ഒരു ഉറച്ച വാഗ്ദാനം ചെയ്യുക. മനുഷ്യന്റെ തലച്ചോറിന്റെ വളരെ ആഴത്തിലുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ മാത്രം ചിന്തിക്കുമ്പോൾ അത് നാളെ രാവിലെയോടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ശക്തമായ ഒരു തീരുമാനമെഴുതി ലോകത്തിനു മുന്നിൽ വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ മായാത്ത ഒരു രേഖയായി മാറുന്നു. നിങ്ങൾക്ക് ആ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങളുടെ ആ വാഗ്ദാനം എന്നേക്കുമായി ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഈ ചെറിയ വാക്കുകൾ മാത്രം എഴുതുക. വാക്കുകളുടെ രാജാവ്, കിങ് ഓഫ് വേർഡ്സ്. അങ്ങനെ ഭാവിയിൽ നിങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴോ ദേഷ്യത്തിൽ ആരോടെങ്കിലും തെറ്റായി എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴോ നിങ്ങൾ എഴുതിയ ഈ വാഗ്ദാനം നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങുകയും നിങ്ങൾ നിങ്ങളുടെ നാവിന്റെ അടിമയാകേണ്ടവനല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളുടെ രാജാവാകേണ്ടവനാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതെ, ആചാര്യ ചാണക്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇതുപോലുള്ള ആഴത്തിലുള്ള രഹസ്യങ്ങൾ അറിയാൻ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന വീഡിയോയിലും പ്ലേലിസ്റ്റിലും ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ലോകത്തിലെ ഒരു സ്കൂളോ കോളേജോ നിങ്ങളെ പഠിപ്പിക്കാത്ത മനുഷ്യ സ്വഭാവത്തിന്റെയും ഈ കലിയുഗത്തിന്റെയും കൈപ്പേറിയ സത്യങ്ങൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സത്യവും കൈപ്പേറിയതും ജീവിതം മാറ്റിമറിക്കുന്നതുമായ കാര്യങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ തീർച്ചയായും അമർത്തുക. ആചാര്യ ചാണക്യൻ പറയുന്നു, ശരിയായ സമയത്ത് ലഭിക്കുന്ന അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമെന്ന്.
അതിനാൽ വിജയത്തിന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളോ ഭാവിയിൽ വരാനിരിക്കുന്ന വിലപ്പെട്ട വീഡിയോകളോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും ലോകത്തേക്കാൾ എപ്പോഴും 2 പടി മുന്നിലായിരിക്കാനും ബെല്ലൈക്കൺ ഇപ്പോൾ തന്നെ അമർത്തുക.